നമസ്കാരം. പ്രധാന വാർത്തകൾ. IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നു. ഷെഡ്യൂൾ പുറത്തുവിട്ട് BCCI. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നു. മെയ് 17-ന് മത്സരങ്ങൾ പുനരാരംഭിക്കും. 6 വേദികളിലായാണ് അവശേഷിക്കുന്ന മത്സരങ്ങൾ പൂർത്തിയാക്കുക. ഫൈനൽ മത്സരം ജൂൺ 3-ന് നടത്തുമെന്നും BCCI ഔദ്യോഗികമായി അറിയിച്ചു. പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഷെഡ്യൂളും പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാം ക്വാളിഫയർ മത്സരം മെയ് 29-നും എലിമിനേറ്റർ മത്സരം മെയ് 30-നും നടക്കും. രണ്ടാം ക്വാളിഫയർ ജൂൺ 1-ന് നടക്കും. തുടർന്ന് ജൂൺ 3-നാണ് കലാശപ്പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 4 പ്ലേ ഓഫ് മത്സരങ്ങൾ ഉൾപ്പെടെ ആകെ 16 മത്സരങ്ങളാണ് ഇനി കളിക്കാനുള്ളത്. BCCI IPL ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചതിനെ തുടർന്ന് പല വിദേശ താരങ്ങളും ഇന്ത്യ വിട്ടുപോയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യ വിട്ടുപോയ ഓസ്ട്രേലിയൻ കളിക്കാർ തിരിച്ചെത്തുന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നിപ്പ ആശങ്ക. സമ്പർക്ക പട്ടികയിലെ 2 പേരുടെ ഫലം കൂടി നെഗറ്റീവ്. ഇതോടെ 49 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അതേസമയം ഇന്ന് 40 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ആകെ 152 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 62 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. നിലവിൽ രോഗലക്ഷണങ്ങളോടെ 8 പേർ ചികിത്സയിലുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർ 2 പേർ ICUവിൽ തുടരുകയാണ്. അതേസമയം നിപ്പ ബാധിച്ച ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ചുമയും പനിയുമായി ആശുപത്രിയിലെത്തിയവർക്ക് പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിക്കുകയായിരുന്നു. മോദിയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ വീണ്ടും പ്രകോപനവുമായി പാക്. ജമ്മുവിലും അമൃത്സറിലും വീണ്ടും പാക് ഡ്രോൺ. സാംബ സെക്ടറിലാണ് ഡ്രോൺ കണ്ടെത്തിയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ തകർക്കുന്ന ദൃശ്യവും വാർത്താ ഏജൻസിയായ ANI പുറത്തുവിട്ടു. സാംബ ജില്ലയിൽ ഇന്ന് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ഹോഷിയാപൂർ, അമൃത്സർ എന്നിവിടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യമുണ്ടെന്നും സ്ഫോടന ശബ്ദം കേട്ടുവെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇരു രാജ്യങ്ങളിലെയും DGMOമാർ നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കർശനമായി തുടരാൻ തീരുമാനിച്ചിരുന്നു. ഇതിനുശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. നെടുമങ്ങാട് മാർക്കറ്റിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. അഴീക്കോട് സ്വദേശി നസീറാണ് പിടിയിലായത്. ഗുണ്ടാപ്പട്ടികയിലുള്ള നസീറിന്റെ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് തൊട്ടുമുമ്പ് നസീറും കൊല്ലപ്പെട്ട മുഹമ്മദ് ഹാഷിറും തമ്മിൽ നെടുമങ്ങാട്ടെ ബാറിൽ വെച്ചുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ബാറിലെ സംഘർഷത്തിന് ശേഷം ഇരുവരും മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോയി വീണ്ടും സംഘർഷമായി. തുടർന്ന് നസീർ മുഹമ്മദ് ഹാഷിറിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ നസീറിനെ ആര്യനാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. കനത്ത മഴ. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം നിരോധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ. കനത്ത മഴയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കരിങ്കല്ല് റോഡിൽ പതിച്ചതിനെ തുടർന്നാണ് നിരോധനം. മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ കല്ലുകൾ റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിരോധനം തുടരും. വളരെ ഉയരത്തിലുള്ള മൺതട്ടയിൽ നിന്നും അടർന്നു വീണ പാറക്കല്ലുകൾ റോഡിൽ വീണ് ചിതറിപ്പോയിരുന്നു. ഈ സമയം സംഭവ സ്ഥലത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി.